അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ പെണ്ണിൽ നിന്ന് കത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ച അലി റളിയല്ലാഹു അൻഹുവും മിഖ്ദാദ് അല്ലെങ്കിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹും ജമീഅൻ അവർ നബിയുടെ മുമ്പിൽ എത്തി. നബിയും നബിയുടെ ചുറ്റുഭാഗവുമായി കുറേ സഹാബിമാരും ജിജ്ഞാസയോടുകൂടെ നിൽക്കുകയാണ്. കത്ത് കൊണ്ടുവന്നു. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി കത്ത് തുറക്കൂ, വായിക്കൂ. ആരുടേതാണ് കത്ത്? ആർക്കുള്ളതാണ് കത്ത്? എന്താണ് കത്തിൻ്റെ ഉള്ളടക്കം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം, കൽപ്പന പ്രകാരം അലി റളിയല്ലാഹു അൻഹു ആ കത്ത് തുറന്നു. സുബ്ഹാനല്ലാഹ്, കത്ത് മറ്റാരുടേതുമല്ല, ഒരു പ്രമുഖ സഹാബി വരേണ്ടതാണ്. ഹാത്തിബ് ഇബിൻ അബൂ ബൽതഅ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ നല്ലൊരു സഹാബിയാണ്. ഒരു മുനാഫിഖോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും സംശയാസ്പദമായ നീക്കങ്ങൾ നടത്തുന്ന ഒരാളോ ഒന്നുമല്ല. അദ്ദേഹത്തെ നല്ല ഒരു സഹാബിയായിട്ടാണ് എല്ലാവരും കാണുന്നത്, എല്ലാവരും പരിഗണിക്കുന്നത്. അദ്ദേഹത്തിൻ്റേതാണ് കത്ത്. കത്ത് മക്കത്തുള്ള അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾക്കുള്ളതാണ്. ആ കത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അധികം താമസിയാതെ നബിയും സേനയും മക്കയിലേക്ക് വരാനുള്ള പരിപാടിയിലാണ്. മക്കയിലുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളും സന്ധിയുടെ തകർച്ചയും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഇനി അത് ഇല്ലാതെ വരില്ല, തീർച്ചയായും അതുണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കണം. നിങ്ങളൊരിക്കലും ഏറ്റുമുട്ടാൻ രംഗത്ത് ഇറങ്ങരുത്, ആരുടെയും ഒപ്പം കൂടുകയും ചെയ്യരുത്. ഇങ്ങനെയൊക്കെയാണ് കത്തിലുള്ളത്. കത്തിൽ അത്ര വലിയൊരു അപകടം എന്നൊന്നും പറയാനില്ല, പക്ഷേ അപകടമുണ്ട്, ഏറ്റവും ഗുരുതരമായ അപകടമുണ്ട്. കാരണം ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യ ആയിഷ ബീവിയോട് പറഞ്ഞിട്ടില്ലാത്ത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടില്ലാത്ത അത്രയും വലിയ രഹസ്യമാണ്. പിന്നെ മാത്രമല്ല, നബി മദീനയിലെ ഒരു സാധാരണക്കാരനല്ല, മദീനയിലെ സുൽത്താനാണ്, ഭരണാധികാരിയാണ്. ഭരണാധികാരിയുടെ കത്ത്, സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും ഔദ്യോഗികതയുള്ള ഒന്നാണ്. അത് രാജ്യത്തിൻ്റെ പരമമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള സന്ദേശം അത് രാഷ്ട്രത്തിൻ്റെ പരമമായ രഹസ്യമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു രാജ്യമാണെങ്കിലും, ഏത് വ്യവസ്ഥിതിയിലുള്ള രാജ്യമാണെങ്കിലും, ആ രാജ്യങ്ങളിലൊക്കെ തന്നെയും അവിടെയുള്ള നിയമവ്യവസ്ഥിതികളെല്ലാം തന്നെ വളരെ ഗുരുതരമായി കാണുന്നൊരു വിഷയമാണ് ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തുക എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹാബിമാരുടെ സദസ്സിൽ നിന്ന് ദേഷ്യം, കോപം പതഞ്ഞു പൊങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ആണ് സ്വാഭാവികമായും ആദ്യമായി എഴുന്നേറ്റത്. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നെ അനുവദിക്കുക ഹാത്തിബിൻ്റെ തലയെടുക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ നിൽക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിയമങ്ങളുടെ കാര്യത്തിൽ ഉദാസീനത കാണിക്കുന്ന ഒരാളല്ല, ആവശ്യമില്ലാത്ത വിട്ടുവീഴ്ചകൾ കാണിക്കുന്ന ആളല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷിക്കേണ്ടവരെ നന്നായി ശിക്ഷിക്കുന്ന ആൾ തന്നെയായിരുന്നു. അതിന് ധാരാളമായ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ധാരാളമായ എന്ന് പറയുമ്പോൾ ഒരുപാട് നബിയുടെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ നബി സ്നേഹത്തിൻ്റെ ഒരു മൂർത്തിമൽഭാവമാണ്, കാരുണ്യത്തിൻ്റെ ഒരു വിശ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും അധികം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ലൻ യാ ഉമർ, അരുത്, ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്നറിയാമോ? ആ കാരണമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. നബി പറഞ്ഞു, ഇന്നഹു ഷഹീദ ബദ്റ, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ജനങ്ങളിൽ കുറേ ആൾക്കാർ, കുറേ പച്ചപ്പരിഷ്കാരികളായ ആൾക്കാർ, അവർക്ക് ബദരീങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്ക് അവരുടെ നെറ്റികളിൽ ചുളിവ് വീഴും. അതിപ്പോൾ മതപരമായൊരു പ്രശ്നം മാത്രമായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ ലോകത്ത് ആരും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല.
ഇന്നത്തെ ലോകത്ത് ആരും ആരെയും ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നില്ല. ആരെയും എന്ന് പറയുന്നത് നമ്മളത് വളരെ ഗുരുതരമായി കാണുന്ന ഒരു പ്രതിഭ ഒരു 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 പ്രക്രിയ ഒരു ഒരു രൂപമായതിനാലാണ് അങ്ങനെ പറയുന്നത്. അപൂർവമായി ചിലരൊക്കെ ഉണ്ടാകും, തീർച്ചയായിട്ടും, അതൊന്നും സന്ദേഹമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ബഹുമാനവും സ്നേഹവും പരസ്പര ആശ്രിതത്വം ഒക്കെ എല്ലാ അർത്ഥത്തിലും കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ അദ്ദേഹം ബദരിയാണ്. ബദരീങ്ങളെക്കുറിച്ച് നോക്കൂ. അപ്പോൾ ബദരീങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ പറയേണ്ട, ആരെയും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു പണക്കാരനായാൽ അയാളെ ബഹുമാനിക്കാനോ അയാളെ ആദരിക്കാനോ ആരും തയ്യാറാവില്ല. അയാൾ നല്ല പൈസയൊക്കെ സംഭാവനയൊക്കെ കൊടുക്കുന്ന ആളായിരിക്കും, പാവങ്ങളെ സഹായിക്കുന്ന ആളായിരിക്കും. എന്നാലും കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അയാളൊരു പണക്കാരൻ എന്നൊരു അഹങ്കാരം സ്വാഭാവികമാണ്. എന്ന പോലെ തന്നെയാണ് ഒരാളൊരു നല്ല ആബിദായി മാറി അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കനായി മാറിയാൽ അവനിപ്പോൾ ഒരു നിസ്കാരക്കാരൻ ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവനിപ്പോൾ ഒരു ഭക്തൻ ഇറങ്ങിയിരിക്കുന്നു, കപടഭക്തനാണത്, കള്ളഭക്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒപ്പം കൂടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമാണതെല്ലാം. സ്വാഭാവികമാണെന്ന് പറയുന്നത് ഈ ലോകം അവസാനിക്കണമല്ലോ. ലോകം അവസാനിക്കുന്നത് അലാ ഷിറാരിൽ ഖൽഖി എന്നാണ്. സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു തലമുറ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതായിരുന്നാലും എന്നിട്ട് നബി പറഞ്ഞു കൊടുത്തു, ഉമർ, ബദറിൽ പങ്കെടുത്ത ആൾക്കാരെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞതെന്നറിയാമോ? യഅമലു മാ ശിഅ്തും, വേണ്ടതൊക്കെ ചെയ്തോളി, ഫഖദ് ഗഫറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു വന്നിരിക്കുന്നു. എന്ത് പൊറുക്കലായി പൊറുക്കൽ? തെറ്റ് ചെയ്തതിന് ശേഷമുള്ള പൊറുക്കലല്ല, മറിച്ച് ചെയ്യാൻ പോകുന്ന തെറ്റുകളെപ്പോലും അഡ്വാൻസായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, അത് ബദറിൽ പങ്കെടുത്ത ആൾക്കാരാണ്. കാരണം ബദർ എന്ന് പറഞ്ഞാൽ അതാണ്. ബദർ എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വളരെ ഭീഷണമായ സമയത്തിൽ ഉണ്ടായതാണ്. അതിലേക്ക് ആയുധമില്ലാതെ ആൾബലമില്ലാതെ മാറുവിരിച്ച് ഇറങ്ങുവാൻ ധൈര്യം കാണിച്ച, ആത്മാർത്ഥത കാണിച്ച അനുയായികൾ എന്ന് പറഞ്ഞാൽ അവർ ഈമാനിൻ്റെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാ കാലത്തും അവർക്കൊരു തിളക്കം കൂടുതലുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബ് ബിൻ അബൂ ബൽതഅ റളിയല്ലാഹു അൻഹു തൻ്റെ രാജ്യത്തിൻ്റെ പരമമായ സ്വകാര്യങ്ങൾ ചോർത്തിയിട്ട് പോലും വിട്ടുവീഴ്ച ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട്. നോക്കൂ, ഞാനത് വീണ്ടും ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. മൂല്യങ്ങൾ ഇത് കേൾക്കുന്നവരിൽ എല്ലാവരിലും നശിച്ചു പോയിട്ടുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. അള്ളാഹു നമ്മുടെ മൂല്യങ്ങളെ നമ്മിൽ നിലനിർത്തി തരുമാറാവട്ടെ. മഹാനായ ഹാത്തിബ് ബിൻ അബൂ ബൽതഅ റളിയല്ലാഹു അൻഹു നല്ല സഹാബി തന്നെയായിരുന്നു. ബനു ലഹം, അതായത് ലഹമുകൾ എന്ന് പറയുന്ന ഒരു വലിയ ട്രൈബിലെ ബനു അസദ് കുടുംബക്കാരനായിരുന്നു അദ്ദേഹം സത്യത്തിൽ അടിസ്ഥാനപരമായ ഒരു ഭക്ഷണ കച്ചവടക്കാരൻ, നമ്മൾ റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്ന ആളെ പോലെ ഭക്ഷ്യധാന്യങ്ങളുടെ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ സമ്പന്നനായിരുന്നു. ധാരാളം അടിമകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല സമർത്ഥനായ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം എക്സ്പെലായിരുന്നത് അമ്പെയ്ത്ത് വിദ്യയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്പുകൾ പിഴക്കാറുണ്ടായിരുന്നില്ല എന്ന് ആ കാലം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഹിജറ 6-ാം വർഷത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈജിപ്ത് ഭരിച്ചിരുന്ന മുഖൗഖിസ് രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം കൊടുത്തയച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, നമുക്കറിയാം. ഹിജറ 30-ാം വർഷത്തിൽ തൻ്റെ 65-ാമത്തെ വയസ്സിലായിരുന്നു മഹാനായ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വഫാത്തായത്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലെ ജന്നത്തുൽ ബഖീഅ ശ്മശാനത്തിലാണ്. ചുരുക്കത്തിൽ നബിയുടെ നീക്കങ്ങളുടെ രഹസ്യം രഹസ്യമായി തന്നെ സംരക്ഷിക്കപ്പെട്ടു. അത് ചോരാനുള്ളൊരു ഒരു വഴിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അത് അടക്കപ്പെട്ടു. വലിയ അത്ഭുതം തന്നെയാണതെല്ലാം. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠത, സ്വീകാര്യത, പിന്തുണ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.